മൈസൂരിലെ തിരക്കേറിയ അശോക് റോഡിലൂടെ കടന്നു പോകുമ്പോൾ പാതയോരത്ത് തലയോരത്ത് നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഈ കാണുന്ന സെന്റ് ഫിലോമിനാസ് ചർച്ച്. ദൂരെ നിന്ന് തന്നെ ഈ ഗോത്തിക് ശൈലിയിലുള്ള പള്ളിയുടെ പ്രൗഢി നമ്മെ ആകർഷിക്കും കേട്ടോ. മൈസൂരിലെത്തുന്ന നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് കണ്ടോ. പള്ളിയുടെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നവരും ഈ വാസ്തുവിദ്യയുടെ ഭംഗി ആസ്വദിക്കുന്നവരായി നിരവധി ആളുകൾ ഇവിടെ പള്ളിമുറ്റത്ത് തന്നെയുണ്ട്. പള്ളിയുടെ മുൻഭാഗത്ത് വിശുദ്ധരുടെ രൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. വലതുവശത്ത് വിശുദ്ധ ഫിലോമിനയുടെയും ഇടതുവശത്ത് വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും രണ്ട് രൂപങ്ങളും ഭയങ്കര രസമായിട്ടുള്ള ഭക്തി നിർഭരമായ കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഉയരം കണ്ടോ, എന്തായിട്ടല്ലേ, അത്ഭുതപ്പെടുത്തുന്നത് തന്നെയല്ലേ. രൂപകൽപ്പന ചെയ്തത് ഫ്രഞ്ചിലൊരു വാസ്തുശില്പിയാണ്, ഡാലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1933 നിർമ്മാണം ആരംഭിച്ചിട്ട് 1936 പണി കഴിപ്പിച്ചത്. ഈ ദേവാലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോത്തിക് ശൈലിയിലുള്ള പള്ളികളിൽ ഒന്നാണ്. മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജവാടയാർ 4 കാലഘട്ടത്തിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് കേട്ടോ. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിലെ അതിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ ഇരട്ട ഗോപുരങ്ങൾക്ക് 175 അടിയാണ് ഉയരം. കുത്തനെയുള്ള ഈ ഗോപുരങ്ങളും വർണ്ണവിസ്മയം തീർക്കുന്ന ജനാലകളും സൂക്ഷ്മമായ കൊത്തുപണികളും പുറത്തുനിന്ന് മുകളിലേക്ക് കയറാനുള്ള പഴയ ശൈലിയിലുള്ള സർക്കിൾ കോവണിയൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പള്ളി നിർമ്മിക്കാൻ അനുമതി നൽകിയ മൈസൂർ രാജാവായിരുന്ന 4ാമത്തെ കൃഷ്ണരാജവേടയാരുടെ പേരെഴുതിയ ശില്പവും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മെത്രാൻ്റെ രൂപവും പള്ളിയുടെ മുന്നിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ദേവാലയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. അകത്തേക്ക് പ്രവേശിക്കുന്നത് പള്ളിയുടെ ആനവാതിലിലൂടെയാണ്. കാലപ്പഴക്കവും പ്രൗഢിയും വിളിച്ചോതുന്ന വലിയ വാതിലിൻ്റെ ഒരു പാളി തന്നെ കണ്ടോ, എന്തോരം വലിപ്പല്ലേ. പള്ളിക്ക് അകത്ത് കിടക്കുമ്പോൾ തന്നെ കാണുക ഒരേപോലെയുള്ള വലിയ തൂണുകൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ അകത്തളാണ്, ഒപ്പം അഗാധമായ ശാന്തതയും. ഇതാണ് പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, പ്രധാന അൾത്താര. നിരവധി ദിവ്യബലികൾ അർപ്പിക്കപ്പെട്ട ഈ അൾത്താര വിശുദ്ധ ഫിലോമിനയുടെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും നാമധേയത്തിലുള്ള ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഹൃദയമാണ്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അകത്തളത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനുള്ള പടികളിലൂടെ ഒരു ക്രിപ്റ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുള്ളതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ നിർദ്ദേശം നൽകുന്ന ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ. ഈ വശങ്ങളിലൊക്കെ ഒരുപാട് പേരുടെ പേരുകൾ എഴുതിയിട്ടുള്ളത് കാണാം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പേരുകളാണ് കേട്ടോ ഇതെല്ലാം. നേരെ ക്രിപ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ 2 സൈഡിലും ഗ്രില്ലിട്ട് മറച്ചു വെച്ചിരിക്കുന്ന അറകളൊക്കെ കാണാം. സെന്റ് ഫിലോമിന പ്രേ ഫോർ അസ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ സ്ഥലം സെന്റ് ഫിലോമിനയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ഇടമാണ്. വിശുദ്ധ ഫിലോമിന 3-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഒരു രക്തസാക്ഷിയാണ്. ഗ്രീക്ക് രാജകുമാരിയായിരുന്ന ഫിലോമിന തൻ്റെ വിശ്വാസം കാരണം മാത്രം രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് വിശ്വാസം. കുട്ടികളുടെയും യുവജനങ്ങളുടെയും മധ്യസ്ഥയായ സെന്റ് ഫിലോമിനയുടെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഇവിടുത്തെ തിരുശേഷിപ്പിന് മുന്നിൽ ഒരുപാട് പേര് പ്രാർത്ഥനയോടെ നിൽപ്പുണ്ട്. ഈ ദേവാലയം നൽകുന്ന ശാന്തതയും ഭക്തിയും വിവരിക്കാനാവാത്തതാണ് കേട്ടോ. ഇപ്പോഴും പള്ളിക്കകത്തേക്കും ക്രിപ്റ്റിലേക്കും ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട്. ക്രിപ്റ്റിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത് നീണ്ടു കിടക്കുന്ന വലിയൊരു അണ്ടർ പാസേജിലൂടെയാണ്. ഇരുവശങ്ങളിലും ഇവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുമുണ്ട്. ഭൂമിക്കടിയിലൂടെ ഈ വഴിയിലൂടെ നടന്ന് പുറത്തേക്ക് വരുമ്പോൾ സമയം നമ്മെ പുറകോട്ട് കൊണ്ടുപോകുന്നത് പോലെയാണ് തോന്നുക. പുറത്തേക്ക് വരുന്ന വഴി വലതുവശത്തായി വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മനോഹരമായൊരു രൂപം കാണാം. വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പള്ളിയുടെ വലതുവശത്തെ പിൻഭാഗത്തേക്കാണ് എത്തുക.
ഇവിടെ ഫാത്തിമ മാതാവിൻ്റെ ഒരു കുഞ്ഞു കപ്പേളയുണ്ട്. മനോഹരമായ ഈ കുരിശുപള്ളിയിൽ മാതാവിനെ കാണാൻ എന്ത് ഭംഗിയാണ്. മൈസൂരിൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഗോത്തിക് വിസ്മയം കേവലം ഒരു ദേവാലയം മാത്രമല്ല കേട്ടോ, വിശ്വാസത്തിൻ്റെയും കലയുടെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു സംഗമ ഭൂമിയാണ്. സോ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു മനോഹര ഇടം തന്നെയാണിത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം.